അപ്പോൾ നമുക്കിന്ന് കാണാവുന്ന പോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വ്യത്യാസമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കോഴിക്കോടല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ടൂറ് പോലെ ഈ ഒരു അമ്മയുടെ വീടും അതിൻ്റെ പരിസരമൊക്കെയാണ്. വീട് ഞാൻ അകത്ത് കാണിക്കുന്നില്ല, പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ ഈ വഴി നേരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് എത്തും. പിന്നെ ഈ സൈഡിൽ കിടന്നൊക്കെയാണ് പണ്ട് റബ്ബർ ഉണ്ടായിരുന്നത്, പക്ഷെ അതൊക്കെ വെട്ടി ഇപ്പോൾ അവിടെ വെറും ഒരു കാടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്. നേരെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ വീടെത്തി. ഇവിടെ കൂടുതലും മരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കൂടുതൽ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണിത്. ചില വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കും. പിന്നെ സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ഞാൻ പിന്നെ കാണിക്കാം. അത് അമ്പലമാണ്. ആദ്യം ആ ഒരു വീടിൻ്റെ എൻട്രൻസ് കാണിക്കാം. വീട് പണ്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ അതിൻ്റെ ചെറുതായിട്ടുള്ള റെനോവേഷൻസൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നെയാണ് ചെയ്തത്. ചില ടൈൽസ് ഇടുകയും ഒക്കെ റെഡിയാക്കിയത് 2-3 കൊല്ലം മുന്നേറ്റാണ്. അപ്പോൾ ഇതാണ് കാടമ്പറ്റ മന. പക്ഷെ മന എന്ന് പറയാൻ അത്ര വലിയ മനയൊന്നുമില്ല, ഒരു അത്യാവശ്യം ചെറിയൊരു മന. കാടമ്പറ്റ മന എന്നിട്ടാണ് പേര്. കാടമ്പറ്റ മനാണെന്ന് പേര്. അപ്പോൾ അടുത്തത് അമ്പലം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ പകുതി കഴിച്ചിട്ട് വേറൊരു റൂട്ടുണ്ട്. ഈ ചെറിയൊരു റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന അമ്പലത്തിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഈ ചെറുതായിട്ട് ഈ സൈഡിൽ കാണുന്ന ചെറുത് ഇത് ഭൂതത്താൻ്റെ ഇതാണ്. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ പറയുന്നത് ഭൂതത്താനാണ്. അപ്പോൾ മെയിൻ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ പറയുന്നത് വിഷ്ണു ഭഗവാനും ഈ സൈഡിൽ കാണുന്നത് ഭൂതത്താനുമാണ്. അപ്പോൾ അമ്പലത്തിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം. പണ്ടിവിടെ മുത്തശ്ശനായിരുന്നു പൂജ ചെയ്യലൊക്കെ. പക്ഷേ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം പിന്നെ വേറൊരു പൂജാരി വന്ന് ചെയ്യാണ്. ഇവിടെ ചെറിയൊരു കിണറുണ്ട്. പിന്നെ ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ് വന്നത് വലിയൊരു കുളമാണ്. ഈ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിലൊക്കെ പണ്ട് വെക്കേഷൻ ടൈമിലൊക്കെ ഈ പാലക്കാടിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിരുന്നു ഫുൾ ടൈം. ചില കുളം എന്ന് പറയുമ്പോൾ അത്രയും വലിയ കുളമായിരുന്നു. ഈ കുളത്തിൻ്റെ അറ്റം വരെ നീന്താൻ അത്രയും വലിയ ചാലഞ്ച് ചെയ്യുന്നു. പക്ഷേ എൻ്റെ കസിൻസ് 2-3 പേരും പിന്നെ അമ്മയും അച്ഛനും ഇവരൊക്കെ അറ്റം വരെ നീന്തിയിട്ടുണ്ട്. ഞാൻ പകുതി വരെ എനിക്ക് നീന്താൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ആരും നീന്താറില്ല, കാരണം കുളം കുറേ ചളിയും ഇതൊക്കെ ആയിട്ട് 2-3 സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും ചളിയാവും. അപ്പോൾ അതൊക്കെ നേരെയാക്കണമെങ്കിൽ തന്നെ കുറേ പൈസയൊക്കെ വേണം. പിന്നെ അതിനൊന്നും പോയില്ല ആരും. അപ്പോൾ ഇവിടെ പണ്ട് കസിനൊക്കെ വലിയൊരു ബോട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ മറ്റേ ഇൻഫ്ലേറ്റബിൾ ബോട്ടൊക്കെ. അതൊക്കെ അവിടുന്ന് പണ്ട് ഇവിടെ ഓടിച്ചിരുന്നു കസിനൊക്കെ. അപ്പോൾ അതാണ് കുളം. അപ്പോൾ ഈ പ്രൈവസി ആവശ്യമുള്ളവർക്ക് വേറൊരു കടവ് പോലെ ഉണ്ട് സൈഡിൽ കാണുന്ന ഒരു കല്ലിട്ട്. അടുത്ത ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു കടവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടവെന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രൈവസി ആയിട്ടുള്ള ലേഡീസും ഇവരൊക്കെ കുളിക്കുക. അപ്പോൾ ഇതിനുള്ള വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ ഫുള്ളിപ്പോൾ മത്സ്യങ്ങളാണ്. ഇപ്പോൾ പണ്ട് ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറൊക്കെ ഇവിടെ ഈ മത്സ്യത്തിന് കൊടുക്കും. അപ്പോൾ പണ്ട് ഉച്ചയ്ക്കൊന്നും ഇവിടെ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഫുള്ള്
മത്സ്യങ്ങൾ അതുപോലത്തെ കരിമീനാണ് ഇവിടുത്തെ കുറേ ഉള്ളത്. പിന്നെ കണ്ണെന്ന് പറഞ്ഞിട്ട് പണ്ട് ഞങ്ങൾ വിളിക്കുന്നൊരു എന്താ മത്സ്യമുണ്ട്, നീളത്തിലുള്ളതാണ്, ഏതാണെന്നും അറിയില്ല. കണ്ണെന്ന് പറഞ്ഞിട്ടൊരു മത്സ്യം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുളിക്കാൻ പറ്റില്ല അവിടെ, അത്രയ്ക്ക് മത്സ്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കൃഷി ചെയ്യുന്നൊരു ചെറിയൊരു സ്ഥലമുണ്ട്. പണ്ട് കുളത്തിലെ വെള്ളം കൂടുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കനാലുണ്ട്. ആ കനാലിൽ കൂടെ വെള്ളം പോയിട്ട് ആ നേരെ കൃഷീൻ്റെ അവിടേക്കാണ് പോവുക. അപ്പോൾ പണ്ട് അവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നെൽകൃഷി മാറ്റി അവിടെ കുറേ ചെറിയ ചെറിയ ചെടികളും മരങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഇന്നും കൃഷി ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ പണ്ട് റബ്ബറിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഷീറ്റൊക്കെ എന്താ കഴിക്കാൻ വേണ്ടി പുകയ്ക്കുന്ന ഒരു ഷെഡായിരുന്നു ഇത്. അപ്പോൾ ആ ഷീറ്റൊക്കെ അതിലിട്ടിട്ട് പിന്നെ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ തീ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പുകയ്ക്കും. അങ്ങനെയാണ് റബ്ബർ റെഡിയാക്കുക. അപ്പോൾ ഈ കാണുന്ന ചെടികളും ഇതൊക്കെ പണ്ട് മുത്തശ്ശൻ നട്ടായിരുന്നു. ഇത് ഇവിടുത്തെ കിണറാണ്. ഈ കാണുന്ന പൂവും ചെടികളൊക്കെ പണ്ട് മുത്തശ്ശൻ നട്ടാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ മെല്ലെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വേറെ ചെറിയൊരു കുളം വേറെയുണ്ട്. പക്ഷെ ആ കുളത്തിൽ ആരും കുളിക്കൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു പണ്ട് ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ആരും കുളിക്കാനൊന്നും പോയിട്ടില്ല അവിടെ. പിന്നെ എന്താ പറയുക, വേണമെങ്കിൽ പാത്രമൊക്കെ പണ്ട് അവിടെ കഴുകായിരുന്നു. ഇപ്പോൾ വെറുതെ അവിടെ കിടക്കുകയാണ് ചെറിയൊരു കുളം. ഇത് നേരെ ഇപ്പോൾ ആ മനേൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്ക് സൈഡിലാണ് ഈ ചെറിയൊരു കുളം ഉള്ളത്. ഈ കുളത്തിലും കുറേ ചളിയും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങാനൊന്നും പറ്റില്ല. സാധാരണ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് മയിലും ഇതൊക്കെയാണ്. മയിലിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും. ഇന്ന് പിന്നെ മയിലിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത നേരെ ഈ റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നൊരു ഏരിയ ആണിത്. അപ്പോൾ ആ കാണുന്ന പാത്രത്തിലൊക്കെ റബ്ബറിൻ്റെ വലിയൊരു കട്ട പിടിച്ചിട്ടുണ്ടാവും. അത് പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് അതൊരു ഷീറ്റ് പോലെ ആക്കി എടുക്കുക ചെയ്യുക. അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ ഷീറ്റ് അതിൽ കൂടെ ഇടാം. ഇതതിൻ്റെ സൈസ് റെഡിയാക്കാനുള്ള സാധനമാണ്. അതുപോലെ തന്നെ മറ്റേ ലൈൻസൊക്കെ വെച്ച് മറ്റേ ഗ്രിപ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സംഭവമാണ്. ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കില്ല, കാരണം മരമൊക്കെ മുറിച്ചുകൊണ്ട് പിന്നെ ഷീറ്റൊന്നും ഉണ്ടാക്കാറില്ല അതിൻ്റെ. പിന്നെ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ എത്തും. പണ്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ വരാൻ പേടിയായിരുന്നു. കാരണം ഈ ഒരു അറ വന്നത് പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ പേടിക്കാണ്. കാരണം ഇതിനുള്ളിൽ വേറെ എന്തൊക്കെയോ പൂട്ടിയിട്ടാണ് വന്ന് പണ്ട് പേടിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ വരാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യൂ കാണാൻ പറ്റില്ല, കാരണം അവിടെ കുറേ മരം ഇതൊക്കെ വെച്ചുകൊണ്ട്. ഒരു മഴ പെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ശബ്ദമൊക്കെ, ബാക്ക്ഗ്രൗണ്ട് ശബ്ദം ഇതൊക്കെ. അപ്പോൾ ഇതുവരെ ഉള്ളൂ നമ്മുടെ എന്താ പറയുക അമ്മയുടെ വീടിൻ്റെ ഒരു അതിർത്തി. ബാക്കിയൊക്കെ വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. എന്നാലും ഈ വഴി കൂടെ പോകാറൊക്കെ ഉണ്ട് ആൾക്കാർ. അവിടെ ചെറിയൊരു കുഴി കുഴിച്ചിട്ടുണ്ട് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുള്ള് കൃഷീൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ സൈഡിൽ ഒരു പാറയും ഒരു കുളം പോലെ ഉണ്ട്. അത് വേറൊരു വീട്ടുകാരെയാണ്.
ഈ റോഡ് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കൃഷി ചെയ്യുന്നത് പണ്ടോടെ നെല്ലായിരുന്നു കൃഷി. പിന്നെ അതിപ്പോൾ മാറ്റി എന്താ പറയുക ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മലേൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റില്ല. പണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു മല കാണാൻ പറ്റിയിരുന്നു. ഇപ്പം ആ മലയൊന്നും കാണാൻ പറ്റില്ല ഇവിടെ ഇതുള്ളതുകൊണ്ട്. ആ അറ്റം വരെ ഇപ്പോൾ ഈ ഇതൊക്കെ വെച്ചുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ടൂറായിട്ട് കാണിക്കാൻ പറ്റിയത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു വ്ളോഗാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക. അടുത്ത വ്ളോഗിൽ ഇതൊക്കെ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഒക്കെ നല്ലോണം ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിനൊക്കെ ആയിട്ട് ഞാൻ തയ്യാറിലാണ്. പക്ഷേ എന്ത് വ്ളോഗ് എടുക്കുന്നതാണ് ടെൻഷൻ. അപ്പോൾ ജസ്റ്റ് ഞാൻ പാലക്കാട് വന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി നല്ലൊരു രീതിയിൽ വേണമെങ്കിൽ വ്ളോഗ് എടുക്കാം. പിന്നെ അതിൽ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ഉണ്ട്, പട്ടികയിലത്തെ ഉണ്ട്, ഒരു കാട് പോലത്തെ ഏരിയ. അതിനെ അടച്ചിട്ട് വേണമാണ് അവിടെ പോകാത്തത്. അപ്പോൾ